പക്ഷേ പിന്നെ ഇപ്പൊ ചികിത്സക്ക് വരുന്ന ആളുകൾ ആ വീടാ നോക്കുക, ഇതാണോ തങ്ങളെ വീട്, ഇത് ചികിത്സക്ക് മാത്രം ഉണ്ടാക്കിയതൊക്കെ. പിന്നെ അടിമന്മാരെന്നെ വിളിച്ചത് പറഞ്ഞപ്പ നല്ലൊരു പെല ഉണ്ടാക്കണം. എന്തയോ ഇതിന്റെ ഉള്ളിലെ ആളുകൾ വരുമ്പോ പെണ്ണുങ്ങൾ കുട്ടികൾ അടുക്കളയിൽ വന്നിട്ട് ഇരിക്കല്. അപ്പൊ ഈ പെരയാണെങ്കിൽ പല ആൾക്കാരെ ഗേറ്റ് കണ്ടിട്ട് ഒരായതുകൊണ്ട് ചീത്ത പറയില്ല. അപ്പോ കൂടുതൽ പറയുന്നത്, അപ്പോ എനിക്ക് ഇപ്പൊ റബ്ബ് തന്ന ഞാമത്ത് നിങ്ങള് കാരണം ഞാൻ നിങ്ങളെ മറന്നാൽ പിന്നെ എന്ത് മനസ്സിലായി? എനിക്ക് അള്ള തന്ന ഇപ്പത്തെ ഞാമത്തുണ്ടല്ലോ, അത് നിങ്ങള് കാരണം. നിങ്ങളെ മറന്നാൽ പഠിച്ചോലും അതുകൊണ്ടാണ് നിങ്ങളിപ്പോ എന്നെ വിളിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ ഒരു കുടുംബം വന്നിട്ടുണ്ട്, 21 ആളെയാണ് നമ്മൾ 17 കുട്ടികൾ 5 ലക്ഷം. നിങ്ങളുടെ ഏകദേശം 50 ലക്ഷം റുപ്യ, 45 ലക്ഷം റുപ്യന്റെ അടുത്ത് സ്വർണം മാത്രമേ, 45 ലക്ഷം. അപ്പോ നിങ്ങളെന്താ മനുഷ്യന്റെ തിരക്കുള്ളൊരു. അപ്പോ പോല് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ മർത്തപ്പടെ വന്ന ഒരു മനുഷ്യൻ നമ്മളെ മറത്ത് വന്ന് പറയുന്നു, ഒരു ഗതിയിലായിട്ടല്ല. റഹ്മത്തിന്റെ മാലാകമാരെ പറന്നിറങ്ങുന്ന മജ്‌ലിസിലേക്ക് മർഹബ. പരിശുദ്ധ ഖുർആൻ വന്നിറങ്ങിയ ദിവീടം, പരിപൂർണ റസൂലുള്ളാഹ് പിറന്നു ഖദീജ മൂടും ഖദീജ. എല്ലാരും പറയും അല്ലാഹുവിന്റെ റഹ്മത്താണ്. അതിനൊരു ലിങ്ക് വന്നിട്ടില്ല, പ്ലീസ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് അഡ്മിൻ ഗ്രൂപ്പിൽ ലിങ്ക് കൊണ്ടേടി, നിങ്ങൾ സ്വർഗം പോകും. അഡ്മിൻ ഗ്രൂപ്പിലാണ് അബ്ദുഖാനോട് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്, അഡ്മിൻ ഗ്രൂപ്പിൽ ആ നമ്പറിലാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഇടാൻ. ഇതല്ല ഇവൻ്റെ ചികിത്സൻ്റെ, ഇവൻ ലൈവ് നടക്കുമ്പോൾ മുകളിലുള്ള നോട്ടീസാണ്. അക്കീം സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ ജമലുല്ലൈലി. പിന്നെ ഓരോരോ ദിവസങ്ങൾ ഉണ്ടാകുന്ന ഇതും കൊടുത്തുള്ള പരീക്ഷിക്കുന്നുണ്ട്. മുകളിൽ നോട്ടീസ്. ക്യാൻസർ കൊടുത്ത് പരീക്ഷിക്കുന്നുണ്ട്, പല ആളുകളെയും വീടില്ലാതെയുള്ള പരീക്ഷിക്കുന്നുണ്ട്. ചില ആളുകൾ അല്ലാഹു 40 വയസ്സായിട്ടും കല്യാണം ശരിയാവാതെ സ്വാധീനം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് എത്തുമായിരുന്നു. ആ മനുഷ്യന് അങ്ങനെ പറഞ്ഞു.